അങ്ങനെ ദേ ഒരു വ്യാഴാഴ്ചയും കൂടെ നമുക്ക് മുന്നിലെത്തിയിട്ടുണ്ട്. നേരം വെളുത്ത് എഴുന്നേറ്റു കേട്ടോ. എഴുന്നേറ്റിട്ട് ഇങ്ങനെ ചോദിക്കും, ഞാൻ എന്നോട് തന്നെ ചോദിക്കുകയാണേ, ജിമ്മിൽ പോണോ വേണ്ടയോ. അവസാനം പിന്നെ രണ്ടും കൽപ്പിച്ച് ഞാനങ്ങ് പോയി, എന്നെയും കൊണ്ടങ്ങ് പോയി അച്ചാച്ചൻ. അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യത്തില്ല എന്ന് പറയാൻ പറ്റില്ല. അവിടെ എത്തുന്നത് വരെയുള്ളൊരു മാനസിക പ്രശ്നമാണ് ഞാനും എൻ്റെ മനസ്സും തമ്മിൽ. ശനി ഇന്ന് പോണോ, ഇന്ന് വേണ്ട, ഇന്ന് മടിച്ച് ഇവിടെ കിടക്കാം, ഇങ്ങനെ ചിലപ്പോൾ മനസ്സ് എന്നോട് തന്നെ പറയും കേട്ടോ. അതിന് ജയിക്കാനാണ് പാട്. അതിന് ജയിച്ചു കഴിഞ്ഞാൽ ഓക്കെയാണ്. അത് കഴിഞ്ഞ് ദേ വന്ന് കാട്ടിക്കൂട്ടുന്ന കോലങ്ങളാണ് കേട്ടോ. വന്ന് ഡ്രസ്സൊക്കെ മാറിയിട്ട് അടുക്കളയിൽ കയറി ചായ ഇടാമെന്ന് വിചാരിച്ചു. ചായ അല്ല, ബൂസ്റ്റാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് വന്ന് എൻ്റെ കെട്ടിയവന് ഒരു റൊമാൻറ്റിക് ആയതാണ് കേട്ടോ. ഇടയ്ക്കൊക്കെ നല്ലതാണ് ഇങ്ങനെ നമ്മൾ ഭാര്യമാർ അടുക്കളയിൽ ചായയും കോഫിയൊക്കെ ഇടുമ്പോഴും ഭക്ഷണം ഉണ്ടാക്കുമ്പോഴൊക്കെ ഇടയ്ക്കൊക്കെ കെട്ടിയവന്മാരൊക്കെ ഇങ്ങനെ കയറി വന്ന് നോക്കുന്നതും ഒന്ന് കെട്ടിപ്പിടിച്ച് കൊടുക്കുന്നതൊക്കെ നല്ലതാണ്. കാരണം കുറച്ചും കൂടെ നിങ്ങൾക്ക് നല്ല രുചിയിലൊക്കെ ടേസ്റ്റോടുകൂടി കഴിക്കണമെങ്കിൽ ഇതൊക്കെ നല്ലതാണ് കേട്ടോ ആരോഗ്യത്തിന്. അങ്ങനെ ദേ ഞാൻ ബൂസ്റ്റൊക്കെ റെഡിയാക്കി ഇട്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഒരാൾ ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ്, കൊണ്ട് കൊടുത്തു കേട്ടോ. എൻ്റെ പൊന്നോ, ജിമ്മിൽ പോയിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ മുന്നിലുള്ള ആകെ ഒരു 1.5 മണിക്കൂറായിരിക്കും. ഈ 1.5 മണിക്കൂർ കൊണ്ട് ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ, ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കണം, പിന്നെ ലഞ്ച് റെഡിയാക്കണം. അപ്പോൾ ഇന്ന് ഒത്തിരി ലേറ്റായിപ്പോയി. ലേറ്റല്ല, ഇന്ന് തലേന്ന് രാത്രി ഞാൻ കറിയോ ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. സാധാരണ തലേന്ന് എന്തെങ്കിലും കറി ഉണ്ടെങ്കിൽ രാവിലെ നമുക്കിപ്പോൾ സാമ്പാറോ മോരുകറിയോ അങ്ങനെ എന്തെങ്കിലും വെച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് രാവിലെ ചോറും തോരനും മീൻ വറുത്തതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയാൽ മതി. അത് പെട്ടെന്ന് കഴിയുകയും ചെയ്യുമല്ലോ. പക്ഷേ ഇന്നത്തെ ദിവസം എൻ്റെ ഫ്രിഡ്ജിൽ ഒന്നും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അച്ചാച്ചൻ പറഞ്ഞു ചപ്പാത്തി മതി എന്ന് പറഞ്ഞ്. ചപ്പാത്തി ആകുമ്പോൾ ഒരൊറ്റ കറി മതിയല്ലോ. മാത്രമല്ല അച്ചാച്ചന് ഇഷ്ടം ചപ്പാത്തിയാണ്. പുള്ളി നോർത്ത് ഇന്ത്യയിൽ കുറേ നാൾ നിന്ന് അവിടുത്തെ ഉണക്ക ചപ്പാത്തിയൊക്കെ കഴിച്ച് ചപ്പാത്തി പ്രേമിയാണ് കേട്ടോ. അതുകൊണ്ട് ഇപ്പം എനിക്ക് ചോറുണ്ടാക്കി കൊടുത്തേ പറ്റൂ എന്നുള്ള ഒരു ഇതൊന്നും എനിക്കും ഇല്ല, അവർക്കും ഇല്ല. അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നമൊന്നുമില്ല. സമയമുണ്ടെങ്കിൽ ഞാൻ ചോറും കറികളെല്ലാം വെച്ച് കൊടുക്കും. സമയമില്ലെങ്കിൽ ചപ്പാത്തിയിൽ ഒതുക്കും കേട്ടോ. അപ്പം ഞാൻ കറിക്ക് വേണ്ട സംഭവങ്ങളെല്ലാവരും അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഒരു കറി വെച്ച് 2 കാര്യങ്ങൾ നടത്താൻ പറ്റുമെന്നുള്ളത്. അപ്പോൾ കിട്ടിയ ഐഡിയയാണ്. ഉരുളൻകിഴങ്ങ് വരുന്ന വഴിക്ക് വാങ്ങിക്കൊണ്ട് വന്നു. ഉരുളൻകിഴങ്ങ് പുഴുങ്ങാനായിട്ട് വെച്ചേക്കുന്നതാണ് ആ കുക്കറിലിരിക്കുന്നത് കേട്ടോ. നന്നായിട്ട് വേവിക്കണം ഉരുളൻകിഴങ്ങ്. അതായത് സ്പൂൺ വെച്ച് തവി വെച്ച് തൊട്ടാൽ ഉടഞ്ഞു പോകുന്ന രീതിയിൽ വേവിച്ചെടുക്കണം. എന്നിട്ട് അതിൻ്റെ കൂടെ ഉള്ളി, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഇത്രയും സാധനങ്ങളാണ് അരിഞ്ഞെടുത്തത്. കഴുകി അരിഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഇതെന്ന് പറഞ്ഞാൽ ഇന്നലെ വൈകുന്നേരത്ത് ചിക്കൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ബാലൻസ്, അതെന്തായാലും ആ ബാലൻസിന് അവകാശം ഇവിടുത്തെ മോളാണ് കേട്ടോ. അതുകൊണ്ട് ഞാനത് ചൂടാക്കി മാറ്റി വെച്ച്. നമ്മുടെ പാത്രത്തിൻ്റെ കോലം കണ്ടോ. സംഭവം എന്താണെന്ന് വെച്ചാൽ നല്ല അടിപൊളി ഒരു പാത്രമായിരുന്നു. നല്ല തിളങ്ങുന്നൊരു പാത്രമായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം ഞാനിതിനകത്ത് പപ്പടം വറക്കാൻ മൂപ്പിക്കാനായിട്ട് എണ്ണ ഒഴിച്ചിട്ട് തേരാപ്പാര തെക്കോട്ടും വടക്കോട്ടും നടന്നിട്ട് പോയിട്ട് വന്നപ്പോഴത്തേക്ക് തീയും കൂട്ടി വെച്ചിട്ട് പോയിട്ട് നടന്നിട്ടത് പാത്രം ഈ കോലമായി. എത്ര തേച്ചിട്ടും ഉരച്ചിട്ടും പോകുന്നില്ല. ഇനി അടുത്തത് അച്ചാച്ചനെ കൊണ്ട് ട്രൈ ചെയ്യിക്കണം വൃത്തിയാക്കാൻ. അപ്പോഴത്തേക്കും നമ്മുടെ പാത്രം വെച്ച് അടുപ്പിൽ എണ്ണയൊക്കെ ഒഴിച്ച് ചൂടായി വന്നപ്പോൾ കടുകിട്ട് പൊട്ടിച്ച് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സവാള ഇട്ട് കൊടുത്ത് പച്ചമുളക് ഇട്ട് കൊടുത്ത് പിന്നെ അതേ തക്കാളിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് അങ്ങ് മൂപ്പിച്ചെടുക്കുക. കറിയുടെ ആ ഒരു റെസിപ്പി പറയുകയാണ് കേട്ടോ. ഇതെല്ലാവരും ഉണ്ടാക്കുന്നതായിരിക്കാം, മേ ബി, എനിക്കറിയത്തില്ല. പക്ഷേ ഇതേ അതിൻ്റെ കൂടെ ഉള്ളിയൊക്കെ മൂത്ത് വന്നപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ അര സ്പൂൺ മാത്രം മതി, അര സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇട്ട് കൊടുത്തേക്കുന്ന ഉലുവാപ്പൊടിയാണ് കേട്ടോ. ഉലുവാപ്പൊടിയാണ് ഇതിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അതെല്ലാം നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ ഉരുളൻകിഴങ്ങ് നന്നായിട്ട് വേവിക്കണം. തൊട്ടാ ഉടയണമെന്ന് പറയുന്ന രീതിയിൽ 4 ഉരുളൻകിഴങ്ങ് വേവിച്ചെടുത്തതാണ്. അത് 4 കൂടെ പറക്കി അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് പിന്നെ അങ്ങോട്ട് സ്പൂൺ വെച്ചിട്ട് ഇടിക്കുന്നുണ്ട്, തവി വെച്ചിട്ട് ഇടിക്കുന്നുണ്ട് കേട്ടോ. ഇടിച്ച് ഒരു വരുവാക്കി അതിനായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കൂടുതലങ്ങ് ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയാണ് ലേശം ഒന്ന് വെള്ളം കുടഞ്ഞു കൊടുക്കുന്നത്. വെള്ളം കുടഞ്ഞെടുക്കുമ്പോൾ ലേശം നയവ് കിട്ടുമല്ലോ, ഭയങ്കരമായിട്ട് അങ്ങ് ഡ്രൈ ആവത്തില്ലല്ലോ. അങ്ങനെയാണ് ഞാൻ വെള്ളം കുടഞ്ഞെടുത്തത്. നമ്മുടെ കറി ഇവിടെ സെറ്റായിട്ടുണ്ട്. അത് അടുപ്പിലൊക്കെ ദോശ ചുട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. ദോശമാവ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. എപ്പോൾ എടുത്ത് പാത്രം അടുപ്പിൽ വെച്ച് ദോശയുടെ എടുത്താലും ഫസ്റ്റ് ദോശ കുളമായി തീരാറുണ്ട്. എനിക്ക് തോന്നുന്നത് ഒട്ടുമിക്ക ആൾക്കാർക്കും അങ്ങനെയാണെന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല. മേ ബി 1-2 ആരുടെയൊക്കെ വീഡിയോ കണ്ടതിൽ നിന്ന് എനിക്ക് മനസ്സിലായതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ പോലെ തന്നെ എല്ലാവരും എനിക്ക് തോന്നുന്നത് തവ നന്നായിട്ട് ചൂടാവാനിട്ട് നമ്മൾ ചൂടാവുന്നതിന് മുമ്പ് എണ്ണ ഒഴിക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു അങ്ങനെ സംഭവിക്കുന്നത്. അങ്ങനെ നമ്മുടെ ദോശ മാവ് ഒഴിച്ചു കൊടുത്ത് പരത്തിയെടുത്തതിന് ശേഷം ഒന്ന് ഡ്രൈ ആയി വന്നപ്പോഴത്തേക്ക് അതിനകത്ത് ലേശം നെയ്യ് ഇറ്റിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഈ കറി കൊണ്ട് 2 ഉപകാരങ്ങൾ നടത്താൻ പറ്റുമെങ്കിൽ അതാണ് ബെസ്റ്റ് എന്ന്. കാരണം സമയമില്ലാത്തപ്പോൾ അതാണ് ബെസ്റ്റ്. അതിൻ്റെ അകത്തേക്ക് നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഉരുളൻകിഴങ്ങ് കൂട്ടുണ്ടല്ലോ, അതങ്ങോട്ട് ദോശയ്ക്ക് അകത്തോട്ട് വെച്ച് കൊടുത്ത്. ഇത് ഒരു മിനി മസാല ദോശയാണ് കേട്ടോ. നമ്മുടെ ചെറിയ തവയ്ക്കകത്ത് പറ്റിയ മിനി മസാല ദോശ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ അങ്ങനെ 2-3 ഒരു ചെറിയ 3 മസാല ദോശ എന്ന രീതിയിൽ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. പെട്ടെന്ന് കഴിയണം. കാരണം 8:45 ആകുമ്പോഴത്തേക്ക് അച്ചാച്ചൻ റെഡിയായി നിൽക്കും. അപ്പോഴത്തേക്ക് എൻ്റെ ദൈവമേ എല്ലാം റെഡിയാക്കി എടുക്കണം. അങ്ങനെ അതിന് 2ാമത്തെ ദോശയും ഇങ്ങോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്.
എന്തെല്ലാം കാര്യങ്ങൾ ഒരു കൈ കൊണ്ട് സ്ത്രീകളെ സംബന്ധിച്ചുണ്ടല്ലോ ഒരു കാര്യം തന്നെ ഒരു സമയം അവർ പല കാര്യങ്ങൾ ചെയ്യുമെന്നാണ് പറയുന്നത്. സത്യം പറഞ്ഞാൽ പറയല്ല, അതാണ് അതിൻ്റെ കറക്റ്റ്. പുരുഷന്മാരെ കൊണ്ട് അത് നടക്കത്തില്ല കേട്ടോ. അതിൻ്റെ ഇടയ്ക്കൂടെ ദോശ ചുട്ട് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ചട്ടപ്പട്ട തേങ്ങ തിരുമിയിട്ട് കറി വേണമല്ലോ, മസാല മാത്രം പോരല്ലോ മസാല ദോശ. അപ്പം ചട്നിയും കൂടെ ഉണ്ടാക്കി. സാധാരണ കടകളിൽ മസാല ദോശയ്ക്ക് സാമ്പാറും ചട്നിയൊക്കെ ഉണ്ടാവും. ഇതിപ്പോൾ ഹോട്ടലല്ലല്ലോ, വീടല്ലേ. അപ്പോൾ ഉള്ളത് കൊണ്ട് ഓണം പോലെ നമുക്ക് മസാല ദോശയും ചട്നിയും മതി, അധികം അങ്ങോട്ട് ആഡംബരം വേണ്ട. അങ്ങനെ അപ്പോഴത്തേക്ക് കുളിച്ച് റെഡിയായി പാൻറ്റൊക്കെ ഇട്ട് വന്നിട്ടുണ്ട്. ഉടുപ്പ് ഏതായാലും ഇട്ടില്ല. അപ്പോഴത്തേക്ക് ഭക്ഷണമൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ഒരു ഗുസ്തിയും കൂടെ ഉണ്ട് കേട്ടോ. കറി റെഡിയായി, ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി. ഇനിയിപ്പോൾ അതിൻ്റെ ഇടയ്ക്കൂടെ ഒരു കട്ടച്ചായയും കൂടി ഇട്ട് കൊടുക്കണ്ടേ. എന്തായാലും കഴിച്ചുകൊണ്ടിരിക്കുമ്പം കുടിക്കാൻ എന്തെങ്കിലും വേണമല്ലോ. അപ്പോൾ രാവിലെ വന്ന് ബൂസ്റ്റ് കുടിച്ചുകൊണ്ട് നമ്മൾ എപ്പോഴും കാഫിയും ചായയും പാൽ കാഫിയൊക്കെ ഇട്ടാൽ ശരിയാവത്തില്ല. അങ്ങനെ നല്ല അടിപൊളി ഒരു കട്ടൻ കോഫിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഇനി അടുത്ത ഗുസ്തിയുണ്ട്. പെട്ടെന്ന് വേണം, ഒരു നിമിഷം പോയ സമയമില്ല. കാരണം ഞാൻ ചപ്പാത്തി പരത്തിയിട്ടില്ല. ഇനി ചപ്പാത്തി മാവ് എടുത്ത് കുഴച്ചിട്ട് പരത്തിയിട്ട് അതിൻ്റെ ഇടയ്ക്കൂടെ ഞാൻ കോഫിയും കൊണ്ടുവന്നപ്പോൾ അവിടെ ഇരിക്കുക എന്ന് പറഞ്ഞിട്ട് വരുത്തുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ ഫോണുള്ളതുകൊണ്ട് ഞാൻ ആ വീഡിയോ എടുത്ത്. ഇത് എപ്പോഴത്തെ അവസ്ഥ ഇങ്ങനെ തന്നെയാണ്, ഇതിപ്പം വീഡിയോയ്ക്ക് വേണ്ടിയല്ല കേട്ടോ. അപ്പോൾ അങ്ങനെ അത് അതിൻ്റെ ഇടയ്ക്കൂടെ ഞാൻ ആ ഒരു മാവ് മേടിച്ചുകൊണ്ട് പെട്ടെന്ന് പോയി മാവ് എടുത്തിട്ട് മാവ് കുഴയ്ക്കുന്നുണ്ട് കേട്ടോ. ഇത് ചൂടുവെള്ളത്തിലൊന്നുമല്ല. ഞാൻ ചപ്പാത്തി ഏതാണ്ട് ഒരു 10-21 കൊല്ലമായിട്ട് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുന്ന ആളാണ്. കാരണം ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, എൻ്റെ കെട്ടിയവൻ രാജസ്ഥാനിലൊക്കെ ആയിരുന്നു കുറേ കാലം. അപ്പോൾ പുള്ളിക്ക് ചപ്പാത്തിയുടെ കാര്യം, അതുകൊണ്ട് കല്യാണം കഴിഞ്ഞ കാലം മുതലേ ഞാൻ ചപ്പാത്തി പരിപാടിയാണ്. ചപ്പാത്തി ഉണ്ടാക്കി ഞാനൊരു കോലമായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ചപ്പാത്തി ഉണ്ടാക്കലും പരത്തലും ചുടലും എല്ലാം ഞാൻ ഒരുമിച്ചാണ് ചെയ്യുന്നത്. ചപ്പാത്തി മാവ് കുഴയ്ക്കുന്നത് സാധാ വെള്ളത്തിൽ തന്നെ ലേശം ഉപ്പുപൊടി അതിനകത്തിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക എന്നുള്ളത്. ചൂടുവെള്ളമൊന്നും ഉപയോഗിക്കാറില്ല, എണ്ണ ഒഴിക്കാറില്ല, നെയ്യ് ഉപയോഗിക്കാറില്ല. അതായത് കുഴയ്ക്കുന്ന സമയത്ത് എണ്ണയോ നെയ്യോ ഒന്നും ഉപയോഗിക്കാറില്ല, ചൂടുവെള്ളം ഉപയോഗിക്കാറില്ല കേട്ടോ. അതിനുശേഷം പരത്തി തവയിൽ അടുപ്പിൽ വെച്ച് തന്നെ പൊന്തിച്ചെടുക്കുന്നുണ്ട്. പൊന്തിച്ചെടുത്തതിന് ശേഷം ഞാൻ ലേശം നെയ്യ് ഒഴിച്ചെടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നെയ്യ് ഒഴിച്ചെടുക്കുമ്പോൾ ഉച്ചവരെ എടുക്കേണ്ട ഒരു സാധനം കൂടാണ്. അപ്പോൾ നമ്മൾ നെയ്യും കൂടെ തൂക്കാതിരുന്ന് കഴിഞ്ഞാൽ ഇതങ്ങ് മരക്കഷ്ണം പോലെ ആയിത്തീരും. അതുകൊണ്ട് നെയ്യൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. മാത്രമല്ല ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ കുറച്ച് നെയ്യ് നമ്മൾ തവയിൽ ചുട്ടെടുക്കുന്ന സമയത്ത് വെച്ചാൽ നല്ല സോഫ്റ്റ് നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അങ്ങനെ ഒരു ചെറിയ ചപ്പാത്തികളാണ്, കണ്ടല്ലോ. കുഞ്ഞു ചപ്പാത്തി 4 മതിയെന്ന് പറഞ്ഞിട്ടുണ്ട്. കുഴപ്പം നമ്മുടെ ആ ഉരുളൻകിഴങ്ങ് ഇവിടെയും കൂടെ നമുക്ക് പ്രാവർത്തികമാക്കണമല്ലോ, ഇവിടെയും കൂടെ അപ്ലൈ ചെയ്ത് കൊടുത്തു. അപ്പോൾ ചപ്പാത്തിക്കും കറിയായി, ദോശയ്ക്കും കറിയായി. ദോശ മസാല ദോശയാക്കി എടുത്തു, ചപ്പാത്തിക്കും കറിയായി. അപ്പോൾ നമ്മുടെ കുഞ്ഞ് വീഡിയോയാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ പറഞ്ഞേക്കണേ. എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നതൊക്കെ കണ്ടല്ലോ. ടുട്ടു ഇതെല്ലാം കണ്ട് ആസ്വദിച്ച് കിടക്കുകയാണ്. അങ്ങനെ നമ്മുടെ അച്ചാച്ചൻ പോകാൻ ഇറങ്ങിയിട്ടുണ്ട്. ഇനി അതിനെ അപ്പോഴത്തേക്ക് പത്രമൊക്കെ വന്ന് കിടക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ പത്രമൊക്കെ എടുത്ത് വെക്കണം, പത്രം വായിക്കണം, അച്ചാച്ചനെ പറഞ്ഞു വിടണം. പിന്നെന്തെല്ലാം പണികളാണ് കിടക്കുന്നത്. എൻ്റെ ദൈവമേ, ഒരു വീട്ടിൽ എന്തെല്ലാം പണികളാണ്. അപ്പോഴത്തേക്ക് ഇനിയിപ്പോൾ അടുത്ത ആൾക്ക് ഭക്ഷണം കൊടുക്കണം. ഏതായാലും അവൾക്കുടെ ക്ലാസ് തുടങ്ങിയിട്ടില്ലാത്തത് കൊണ്ട് ഇവളിവിടെ ഉണ്ടാവും. അപ്പോൾ ടാറ്റ ബൈ, അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.